പ്രിയമാനവളെ. രചന, അവതരണം സ്വപ്നശ്രീ, ഋതുപല്ലവി. ആദിരതിയിൽ വെച്ച് നീട്ടിയ പാൽ ഗ്ലാസ് തട്ടിത്തെറിപ്പിച്ച് എരിയുന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്ന വിഷ്ണുവിനെ നിസ്സഹായതയോടെ അർച്ചന നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വിഷ്ണുവെ, അവൾ എന്തോ പറയാൻ വന്നതും അവൾ കൈ ഉയർത്തി തടഞ്ഞു. വേണ്ട, നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ മനഃപൂർവ്വമൊന്നും ചെയ്തതല്ല. വീട്ടുകാരോട് ആവുന്നത്ര പറഞ്ഞു നോക്കി. അവരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയാണ് താൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. നിങ്ങളുടെ സങ്കല്പത്തിനൊത്ത ഒരു ഭാര്യയാക്കാൻ ഞാൻ ശ്രമിക്കാൻ എന്നൊക്കെയുള്ള നായികമാരുടെ പതിവ് ഡയലോഗുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വേണ്ട, എനിക്കത് കേൾക്കണമെന്നില്ല. പിന്നെ നീ ഈ വീട്ടിൽ താമസിക്കുന്നതോ താമസിക്കാത്തതോ എൻ്റെ വിഷയമല്ല. പക്ഷേ വിഷ്ണുദത്തൻ്റെ ഭാര്യ എന്ന അവകാശവും പറഞ്ഞ് എൻ്റെ മുന്നിൽ നീ വരരുത്. എൻ്റെ ഒരു കാര്യവും നീ ചെയ്തു തരരുത്. ആ സ്ഥാനം അതെൻ്റെ ലച്ചുവിന് മാത്രം അവകാശപ്പെട്ടതാ. നീ എന്നല്ല, ആര് വിചാരിച്ചാലും ആ സ്ഥാനം നേടിയെടുക്കാൻ കഴിയില്ല. വിനയെ നിൻ്റെ അനിയൻ വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടണം എന്നായിരുന്നല്ലോ നിൻ്റെ വീട്ടുകാരുടെ ഡിമാൻഡ്. താലി കിട്ടിയതോടെ അത് അവസാനിച്ചു. ഇനി അതിൻ്റെ പേരും പറഞ്ഞ് ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട. ഇനി സ്നേഹം കൊണ്ട് എന്നെ മാറ്റിയെടുത്ത് എൻ്റെ ഭാര്യയെ ഇവിടെ കഴിയാം എന്നാണ് നീ കരുതുന്നതെങ്കിൽ ആയിക്കോട്ടെ, നിനക്ക് കഴിയാം. പക്ഷേ അത് വിഷ്ണുദത്തൻ്റെ വിധവയായിട്ടായിരിക്കും. അവൻ പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ അവൾ അവനെ നോക്കി. ആ കണ്ണുകളിൽ നിന്നും അവൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ആ മനസ്സിലെ നീറ്റൽ എത്രത്തോളമാണെന്ന്. അവൾ ദീനതയോടെ അവനെ നോക്കിയതും അവൻ വിഷമത്തോടെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. അവൻ പോയതും അർച്ചന ചുവരും ചാരി നിലത്തേക്ക് ഊർന്നിരുന്നു. കാൽമുട്ടിൽ മുഖമമർത്തി അവൾ പൊട്ടിക്കരഞ്ഞു. കോണിപ്പടി ഇറങ്ങി കലിയോടെ വിഷ്ണു വരാന്തയിലേക്ക് വന്നു. കസേരയിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്ന പ്രസന്നൻ അവൻ്റെ കാൽപ്പെരുമാറ്റം കേട്ട് മുഖമുയർത്തി നോക്കി. അയാളെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ അവൻ പുറത്തേക്ക് നടന്നു. വിഷ്ണു, നീ എവിടേക്കായി രാത്രി? പ്രസന്നൻ ചോദിച്ചു. അറിഞ്ഞിട്ട് നിങ്ങൾക്കെന്ത് വേണം? ഞാൻ എവിടെ പോയാലും എന്തു പറ്റിയാലും നിങ്ങൾക്കെന്താ? അവൻ്റെ ചോദ്യം കേട്ട് അയാൾ ആകെ തരിച്ച് നീറ്റുന്നു പോയി. അവിടേക്ക് വന്ന ഭാനുമതിക്ക് ഇത് കേട്ട് എന്തോ വല്ലായ്മ തോന്നി. വിച്ചു, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അച്ഛനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അത് കേട്ടതും പുച്ഛത്തോടെ ഒന്ന് ചിറി കൂട്ടി. അച്ഛനോ? ഏതച്ഛൻ? എനിക്ക് അച്ഛനും അമ്മയും ആരുമില്ല. ഞാൻ അനാഥനാണ്. അവരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവർ മരിച്ചിട്ട് നേരം കുറേയായിരിക്കുന്നു. അത് കേട്ടതും രണ്ടാളും ഞെട്ടലോടെ പരസ്പരം നോക്കി. വിച്ചു, ഭാനുമതി ശാസനയോട് വിളിച്ചു. സത്യം, മനസ്സുകൊണ്ട് അവർക്കെല്ലാം ബലിയിട്ടിട്ടാ ഞാൻ ഇന്ന് ആ കതിർമണ്ഡപത്തിലേക്ക് കയറിയത്. അത് കേട്ടതും ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. മോനെ, ഞങ്ങൾ വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേടാ ഇങ്ങനെ ചെയ്തത്. എന്തൊക്കെയായാലും ഞാൻ നിൻ്റെ പെറ്റമ്മയല്ലേ? ആ ഇരിക്കുന്നത് നിന്നെ പോറ്റി വളർത്തിയ അച്ഛനല്ലേ? ഞങ്ങളോട് ക്ഷമിക്കടാ. മക്കളുടെ നല്ല ജീവിതത്തിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്നവരെ ചൂണ്ടി അഭിമാനത്തോടെ പറയാം ആ നിൽക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണെന്ന്. പക്ഷേ നിങ്ങൾക്കതിനുള്ള അർഹതയുണ്ടോ? സ്വന്തം അഭിമാനത്തിന് വേണ്ടി മകൻ്റെ ഇഷ്ടങ്ങളെ ചവിട്ടിയരച്ച് സ്വാർത്ഥരായ നിങ്ങൾക്ക് 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചതിൻ്റെയോ ചോര നീരാക്കി പോറ്റി വളർത്തിയതിൻ്റെയോ കണക്ക് പറയാൻ ഒരവകാശവും ഇല്ല. ഇന്ന് നിങ്ങൾ എന്നെക്കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ചോ, അന്നേ ഞാൻ മരിച്ചു കഴിഞ്ഞു. അല്ല, നിങ്ങൾ എന്നെ ജീവനോടെ ചിതിയിൽ വെച്ച് കൊന്നു കഴിഞ്ഞു. ഇനി എനിക്ക് ആരുമില്ല. നിങ്ങൾ തീർത്തും എനിക്ക് അപരിചിതരാണ്. അങ്ങനെയുള്ളവർ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. മേലിൽ എന്നെ ചോദ്യം ചെയ്യാൻ വന്നു പോകരുത്. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഇരുളിൽ അവൻ നടന്നകലുന്നത് വരെ ഇരുവരും അവനെ നോക്കി നിന്നു. പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സോഫയിലിരുന്നു. കായലോട് ചേർന്ന് നിർമ്മിച്ച ഷെഡിൽ വിഷ്ണു ഇരുന്നു. എങ്ങും ഇരുളാണ്. ഷെഡിൽ തൂക്കിയിട്ടിരിക്കുന്ന റാന്തലിൽ നിന്നും പരക്കുന്ന കുഞ്ഞു വെളിച്ചം നോക്കി അവൻ ഓരോന്നോർത്തു. ഇതുപോലെ ഒരു റാന്തൽ വെട്ടത്തിലാണ് താനും അന്ന് അവളെ ആദ്യമായി കണ്ടത്. സീതാലക്ഷ്മി എന്ന തൻ്റെ ലച്ചു. പഠിച്ച് വില്ലേജ് ഓഫീസിൽ ജോലി ലഭിച്ച ശേഷമാണ് അച്ഛനും അമ്മയും ഒരു വിവാഹത്തെക്കുറിച്ച് പറയുന്നത്. സ്കൂളിലും കോളേജിലും പ്രണയിക്കാൻ അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഒരു പെണ്ണിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷേ അച്ഛനും അമ്മയും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ നിരസിക്കാൻ തോന്നിയില്ല.
പ്രണയമൊന്നും ഇതുവരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അറേഞ്ച്ഡ് മാരേജ് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കുമൊത്ത ഒരാലോചനയുമായി ബ്രോക്കർ വന്ന്. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകൾ, വിദ്യാസമ്പന്നം, പ്രശസ്തമായ ഒരു കമ്പനിയിൽ ഫാഷൻ ഡിസൈനറായി ജോലി ചെയ്യുന്നു. നല്ല സാമ്പത്തികം, എല്ലാം കൊണ്ടും ചേരുന്ന ബന്ധമാണെന്ന് തോന്നിയത് കൊണ്ട് ദൂരെ കൂടുതലൊന്നും നോക്കിയില്ല. മടങ്ങി വരുമ്പോൾ പക്ഷേ രാത്രിയായി. വരുന്ന വഴിയാണെങ്കിൽ നല്ല ഇടിയും മിന്നലും, ഒപ്പം മഴയും. അതിനൊപ്പം വണ്ടി കൂടി പടി തന്നപ്പോൾ ആകെ പെട്ട അവസ്ഥയിലായി. മഴ തോർന്നപ്പോൾ പുറത്തിറങ്ങി അതുവഴി വന്ന ഒരു നാട്ടുകാരനോട് കാര്യം പറഞ്ഞു. ദാ ആ കാണുന്ന വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി, അവിടുത്തെ ദാമേട്ടൻ 4 വീൽ മെക്കാനിക്കാ, അദ്ദേഹം വണ്ടി ശരിയാക്കി തരും. അയാൾ പറഞ്ഞതനുസരിച്ച് അവിടേക്ക് ചെന്നു. ഓടുമേഞ്ഞ ചെറിയ വീട്, വരാന്തയിൽ തൂക്കിയ മണിയടിച്ചതും റാന്തലും പിടിച്ചുകൊണ്ട് ഒരു ധാവണിക്കാരി പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒരു നിമിഷം മറ്റെല്ലാം മറന്ന് അവളെ തന്നെ നോക്കി നിന്ന് പോയി. കരിമഷി എഴുതിയ മിഴികളും ചുവന്നു തുടുക്കുന്ന കവിളുകളും വിറയ്ക്കുന്ന അധരങ്ങളും ചായങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവൾ സുന്ദരിയാണെന്ന് അവന് തോന്നി. ആരാ, എന്തു വേണം? അപരിചിതനെ കണ്ട അമ്പരപ്പ് മാറവേ അവൾ ചോദിച്ചതും അവനും ചിന്തയിൽ നിന്നും ഞെട്ടിയുണർന്നു. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരുന്നതാണ്. ഇവിടെ എത്തിയും ഞങ്ങളുടെ വണ്ടി കേടായി. ഇവിടുത്തെ ചേട്ടൻ മെക്കാനിക്കാണെന്ന് ഒരാൾ പറഞ്ഞു, അതുകൊണ്ട് വന്നതാ. ചേട്ടനില്ലേ ഇവിടെ? ആരാ മോളെ അവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ദാമു അവിടേക്ക് വന്നു. അച്ഛനെ തിരികെ വന്നതാ, ഇവിടെ വണ്ടി കേടായത്ര. അവൾ പറഞ്ഞതും ദാമു വിഷ്ണുവിനെ നോക്കി. അവൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു. എവിടെയാ വണ്ടി? ദാ ആ വളവിലാണ്. എന്നാ വരൂ മോളെ, അച്ഛൻ പോയി വണ്ടി നോക്കിയിട്ട് വരാം. നിങ്ങൾ അത്താഴം കഴിച്ചോ? വേണ്ട, അച്ഛൻ വന്നിട്ട് ഞങ്ങൾ കഴിച്ചോളാം. എന്നാൽ ശരി, വരൂ. അയാളോടൊപ്പം നടക്കവേ വിഷ്ണു വീണ്ടും അവളെ നോക്കി. അത് കണ്ടാവണം അവൾ വേഗം മുഖം തിരിച്ചതും. എങ്കിലും ആ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നതായി അവന് തോന്നി. വണ്ടിക്കരിയിൽ എത്തിയപ്പോഴാണ് ഭാനുമതിയെയും വിനയെയും കണ്ടത്. നിങ്ങൾ ഫാമിലി ഉണ്ടല്ലേ? അതെ, എളുപ്പമൊന്ന് നോക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു, പ്രസന്നം പറഞ്ഞു. ദാമു വണ്ടി നോക്കി. ഇത് കുറച്ച് സമയം പിടിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവരിവിടെ ഇങ്ങനെ നിർത്തണ്ട. എൻ്റെ വീട്ടിൽ ഭാര്യയും മകളുണ്ട്. ഇവർ അവിടെ ഇരുന്നോട്ടെ. അത് കേട്ടതും വിഷ്ണുവിൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. ആ പേരും പറഞ്ഞ് അവിടെ ചെന്നാൽ അവളെ ഒന്നുകൂടി കാണാലോ, അവൻ ചിന്തിച്ചു. അവൻ ഭാനുവിനെയും വിനയെയും കൂട്ടി ആ വീട്ടിലേക്ക് ചെന്നു. ഓടുമേഞ്ഞ വീട് കണ്ടപ്പോൾ തന്നെ വിനയയുടെ മുഖം ഇരുണ്ടു. ഈ കുഞ്ഞു വീട്ടിലേക്കാണോ ഞങ്ങൾ ഇരിക്കേണ്ടത്? ഇവിടെ വരെ ഹോട്ടലും കിട്ടുമെന്ന് നോക്കാൻ പറ. പിന്നെ ദേഷ്യത്തോട് ശബ്ദം താഴ്ത്തി അമ്മയോട് പറഞ്ഞു. മിണ്ടാതിരിക്കടേ, ഇവിടെ ഈ വീട് തന്നെ കിട്ടിയത് ഭാഗ്യമെന്ന് പറ. ഭാനുമതി മകളെ ശാസിച്ചു. പിന്നെ അവളൊന്നും മിണ്ടാ പോയില്ല. മോളെ ലച്ചു, കതക് തുറക്ക്. ദാമുവിൻ്റെ കിളി കേട്ട് ലച്ചു വന്ന് കതക് തുറന്ന്. അവർക്കൊപ്പം 2 സ്ത്രീകളെ കണ്ട് അവളൊന്ന് അമ്പരന്ന്. ഇത് ഈ പയ്യൻ്റെ അമ്മയും സഹോദരിയുമാണ്. വണ്ടി ശരിയാക്കുമ്പോഴേ ഇവരിവിടെ ഇരിക്കട്ടെ. അവൾ അത് കേട്ട് പുഞ്ചിരിച്ചു. ശരി അച്ഛാ, അകത്തേക്ക് വരൂ, അവൾ പറഞ്ഞു. അവർ അകത്തേക്ക് വന്നു. ഇതെൻ്റെ ഭാര്യയാണ് ഓമന. ഇതെൻ്റെ ഒരേയൊരു മകൾ സീതാലക്ഷ്മി, ലച്ചെന്ന് വിളിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അതും പറഞ്ഞ് ദാമു പുറത്തേക്ക് നടന്നു. മനസ്സില്ലാ മനസ്സോടെ വിഷ്ണുവും പുറത്തേക്ക് നടന്നു. വരാന്തയിലെത്തിയതും അവൻ എന്തോ ആലോചിച്ച് നിന്നു. അപ്പോൾ കതക് ചാരാനായി ലച്ചു ഇവിടേക്ക് വന്നു. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എക്സ്ക്യൂസ് മീ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? അവൾ അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടുവന്ന് അവൻ നേരെ നീട്ടി. അവൻ എന്തോ വല്ലാത്ത പരിഭ്രമവും പരവേശവും ഒക്കെ തോന്നി. വെള്ളം വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ച ശേഷം ഗ്ലാസ് തിരികെ നൽകി. ലച്ചു എന്തു ചെയ്യുക ഇപ്പോൾ? അത് PG ഫസ്റ്റ് ഇയർ ആണ്. ഓ ആണോ? എന്താ സബ്ജക്റ്റ്? ലിറ്ററേച്ചർ. ഓ ആണോ? പിന്നെയും എന്തൊക്കെ അവന് ചോദിക്കണമെന്ന് തോന്നി. പക്ഷെ കഴിഞ്ഞില്ല. ഇരുവരുടെയും നെഞ്ചിടിപ്പ് ഏറുന്നത് രണ്ടാളും അറിഞ്ഞു. എന്നാൽ ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ. അവൻ പുറത്തേക്ക് നടന്നു. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കവേ വാതിക്കൽ തനിയെ നോക്കി നിൽക്കുന്ന ആ കരിമിഴി കണ്ണുകൾ കണ്ട് അവൻ്റെ നെഞ്ചു തുടിച്ചു. ഇതുവരെ അറിയാത്ത ഒരു പ്രത്യേക സുഖം അവൻ അറിഞ്ഞു. കുറേ സമയത്തെ പരിശ്രമത്തിനൊടുവിൽ വണ്ടി റെഡിയായി. ഹാവോ, ആശ്വാസമായി. വിച്ചു, അമ്മയും വിനയെയും വിളിക്കും, എളുപ്പം പോകാം. പ്രസന്നം പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം മ്ലാനമായി. സാറ് വീട്ടിലേക്ക് വന്നേ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോകാം.
ദാമ പറഞ്ഞപ്പോൾ അയാളും അവർക്കൊപ്പം വീട്ടിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ ഓമനയുമായി ചിരിച്ചു കളിച്ച് വർത്താനം പറയുന്ന ഭാനുവിനെയാണ് കണ്ടത്. വണ്ടി റെഡിയായി, വാ പോവാം, പ്രസന്നം പറഞ്ഞു. നിൽക്ക് സാറേ, നിങ്ങൾ വല്ലത് കഴിച്ചായിരുന്നോ? മണി 11 ഇനി ഹോട്ടലൊന്നും ഈ അടുത്തെങ്ങുമില്ല. അത് കേട്ടതും അവർ ഒന്നും വല്ലാതായി. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചതല്ലാതെ വേറെ ഒന്നും ഇതേവരെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അയ്യോ പ്രസന്നേട്ടാ, നമ്മളെന്താ ചെയ്യുക? ഭാനുമതി ചോദിച്ചു. സാറ് വിഷമിക്കേണ്ട, നിങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെയുണ്ട്. അയ്യോ അതൊന്നും വേണ്ട, ഞങ്ങൾ വേറെ എവിടെ നിന്ന് കിട്ടാനാ? ഹോട്ടൽ വേണേൽ ടൗണിലെത്തണം. അതിന് ഇനിയും 2 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. തൽക്കാലം ഇവിടുന്ന് കഴിച്ചാൽ മതി. അയ്യോ ദാമു, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഒരു ദിവസത്തെ കാര്യമല്ലേ സാറേ, ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമല്ല. ഓമനെ, നീ അത്താഴം എടുത്ത് വയ്ക്കും. ശരി ഏട്ടാ. അങ്ങനെ അവർക്കൊപ്പം ഇരുന്ന് അത്താഴം കഴിച്ച ശേഷം അവർ യാത്ര പറഞ്ഞിറങ്ങി. വിഷ്ണുവിന് എന്തെന്നില്ലാത്ത വിഷമം തോന്നി. പോകും മുമ്പ് ആരും കാണാതെ ലച്ചുവിൻ്റെ ഫോട്ടോ അവൻ ഫോണിൽ പകർത്തി. അങ്ങനെ യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി. കാറിൻ്റെ മിററിലൂടെ തങ്ങൾ പോകുന്നത് നോക്കി വരാന്തയിൽ നിൽക്കുന്ന ലച്ചുവിനെ അവൻ കണ്ടു. അവളുടെ മുഖത്തെ വിഷാദം കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. വീട്ടിലെത്തിയിട്ടും അവൻ്റെ മനസ്സ് നിറയെ അവളായിരുന്നു. അവൾ അറിയാതെ എടുത്ത അവളുടെ ചിത്രം അവൻ തൻ്റെ ലാപ്ടോപ്പിലേക്ക് പകർത്തി. ആ ചിത്രം നോക്കി ഇരിക്കുമ്പോഴാണ് അമ്മ പെട്ടെന്ന് മുറിയിലേക്ക് കടന്നു വന്നത്. അവൻ വേഗം സ്ക്രീൻ മിനിമൈസ് ചെയ്ത് മറ്റെന്തോ ചെയ്യുന്നത് പോലെ ഗൗരവത്തിലിരുന്നു. മോനെ, ആ ബ്രോക്കർ വിളിച്ചിരുന്നു. ആ പെണ്ണിനും വീട്ടുകാർക്ക് നിന്നെ ഇഷ്ടമായെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എന്താ മറുപടി പറയേണ്ടത്? ഓക്കെ പറയട്ടെ? അമ്മയുടെ ചോദ്യം കേട്ട് അവൻ ഞെട്ടി. ഏയ് അത് ശരിയാവില്ല അമ്മ, അവൻ പെട്ടെന്ന് പറഞ്ഞു. ഭാനുമതിയുടെ നെറ്റിച്ചുളിഞ്ഞു. അതെന്താ? അത് പിന്നെ എനിക്കപ്പോൾ പെൺകുട്ടി ഇഷ്ടമായില്ലെന്നോ? എന്താ ആ കുട്ടിക്കൊരു കുറവ്? നല്ല ജോലി, വിദ്യാഭ്യാസം, കാണാനോ സുന്ദരി. ഒരു കല്യാണം കഴിക്കാൻ ഇത് മാത്രം മതിയോ അമ്മ? ആദ്യം വേണ്ടത് സ്നേഹിക്കാനുള്ള മനസ്സല്ലേ? അതുകൊള്ളാം, ആളുകളുടെ മനസ്സ് മനസ്സിലാക്കി എങ്ങനെ കല്യാണം കഴിപ്പിക്കാന്നാ? അങ്ങനെ ഒരുത്തിയാണ് വേണ്ടതെങ്കിൽ നീ പ്രേമിക്കണമായിരുന്നു. അത് നീ ചെയ്തില്ലല്ലോ. എന്തൊക്കെയായാലും എനിക്ക് ആ കല്യാണം വേണ്ട. ശരി, എന്നാൽ വേറെ നോക്കാൻ പറയട്ടെ? വേണ്ട, കുറച്ച് കഴിയട്ടെ, എന്നിട്ട് നോക്കാം. ഭാനു ആകെ കൺഫ്യൂഷനിലായി. നീ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? അന്ന് നീ പെട്ടെന്ന് വിവാഹം നോക്കാം എന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്നേ? അത് കേട്ടതും അവന് ദേഷ്യം വന്നു. ഓ എൻ്റെ അമ്മേ, എനിക്കല്പം സൗകര്യം എന്താ? അവൻ പറഞ്ഞു. ഭാനുമതി സംശയത്തോടെ അവനെ നോക്കി. പിന്നെ പുറത്തേക്ക് നടന്നു. അമ്മ പോയെന്ന് ഉറപ്പു വരുത്തിയതും അവൻ വീണ്ടും അവളുടെ ഫോട്ടോ എടുത്ത് നോക്കി. ഭാനുമതി പുറത്തുനിന്ന് പതിയെ തലനീട്ടി അകത്തേക്ക് നോക്കി. ലാപ്ടോപ്പിൽ ലച്ചുവിൻ്റെ ഫോട്ടോ നോക്കിയിരിക്കുന്ന മകനെ കണ്ടതും അവരുടെ കണ്ണു വീഴ്ഞ്ഞു. ഓ, അപ്പോൾ ഇതാ കാര്യമല്ലേ, ശരിയാക്കി തരാം. അതും പറഞ്ഞ് ചിരിച്ചു കണ്ട് ഭാനുമതി നടന്നു. പിറ്റേ ദിവസം വിഷ്ണുവിനോട് ഒരു പെണ്ണ് കാണാൻ പോകണമെന്നും പെട്ടെന്ന് റെഡിയായി വരാനും പറഞ്ഞു. അവൻ ഓരോന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കിയെങ്കിലും നടന്നില്ല. അവസാനം മനസ്സില്ലാ മനസ്സോടെ അവൻ അവർക്കൊപ്പം ചെന്നു. പക്ഷേ വണ്ടി ചെന്നു നിന്ന വീട് കണ്ട് അവൻ അമ്പരന്ന് പോയി. ലച്ചുവിൻ്റെ വീട്. പുറത്തേക്ക് ഇറങ്ങി വന്ന ദാമു അവരെ അകത്തേക്ക് ക്ഷണിച്ചു. എന്താടാ ഇങ്ങനെ മേടിച്ചു നോക്കുന്നത്? ഇത് തന്നെയാ പെണ്ണിൻ്റെ വീട്. അച്ഛൻ പറഞ്ഞപ്പോൾ അമ്പരപ്പായിരുന്നു. നിൻ്റെ ഇഷ്ടങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും എതിര് പറഞ്ഞിട്ടുണ്ടോടാ? ഇത് ഞങ്ങൾക്ക് സമ്മതമാണ്. നിറഞ്ഞ മനസ്സോടെ അച്ഛൻ പറഞ്ഞതും അവൻ സന്തോഷത്തോടെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. സാരിയുടുത്ത് ട്രേയിൽ ചായയുമായി നാണത്തോടെ മുഖം കുനിച്ചു വന്ന ലച്ചുവിനെ കണ്ട് അവൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. നാണത്തോടെയുള്ള ആ കരിനീല കണ്ണുകളുടെ നോട്ടം അവൻ്റെ ഹൃദയത്തിൽ ചെന്ന് പതിച്ചു. തനിക്കെന്നെ ഇഷ്ടമായോ എന്ന ചോദ്യത്തിന് നാണത്തോടെ അവൾ തലകുലുക്കി. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. വീട്ടിൽ വിനയെക്കുറിച്ച് ബാക്കിയെല്ലാവർക്കും ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമായിരുന്നു. ഈടൻ്റെ പഠിപ്പിനും ജോലിക്കും സൗന്ദര്യത്തിനും നമ്മുടെ സ്റ്റാറ്റസിനും പറ്റിയ പെണ്ണല്ല അവൾ എന്ന് വിനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അതാരും കാര്യമായി എടുത്തില്ല. അങ്ങനെ വിവാഹം മംഗളമായി തന്നെ നടന്നു. വിഷ്ണുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൾ ആ വീട്ടിലേക്ക് മരുമകളായി വന്നു. പിന്നീട് സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു. വിവാഹം കഴിഞ്ഞാലും പഠനം തുടരണം എന്ന് വിഷ്ണുവിൻ്റെ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പഠനം കംപ്ലീറ്റ് ചെയ്തു. ഇതിനിടെ വിഷ്ണുവിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായി നിയമനം കിട്ടി. അങ്ങനെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നീങ്ങിയവയാണ് അവർക്കിടയിലേക്ക് ഒരു കുഞ്ഞതിഥി വരാൻ പോകുന്ന വിവരം അവർ അറിഞ്ഞത്. അവരുടെ സന്തോഷം ഇരട്ടിയായി. പക്ഷേ അതിനധികം ആയുസ്സുണ്ടായിരുന്നില്ല. 3-ാം മാസം സ്റ്റെയർകേസിൽ നിന്ന് ലച്ച് കാൽവഴുതി വീണു. ഹെവി ബ്ലീഡിങ്ങോടുകൂടി അവൾ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഹൃദയം നുറുങ്ങുകയായിരുന്നു.
ജീവച്ഛവമായി ICUവിന് മുന്നിൽ ഒരു ദിവസം മുഴുവനും അവൻ ഇരുന്ന് കരഞ്ഞു. പിറ്റേ ദിവസം അവളെ റൂമിലേക്ക് മാറ്റി. തങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞ് അലമുറയിട്ട് കരയുന്ന അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിഷ്ണു ആകെ വിഷമിച്ചു. എല്ലാവരും ചേർന്ന് ഒരുവിധം അവളെ സമാധാനിപ്പിച്ചു. പക്ഷേ അവൾക്ക് ഇനി ഒരിക്കലും ഒരു അമ്മയാകാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞതോടെ വിഷ്ണു ആകെ ധർമ്മസങ്കടത്തിലായി. എന്തൊക്കെയായാലും ലച്ചു ഒരിക്കലും ഈ വിവരം അറിയരുത് എന്ന് അവൻ എല്ലാവരോടുമായി പറഞ്ഞു. പതിയെ ലച്ചു പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു. ജീവിതം വീണ്ടും മുന്നോട്ട് പോകവെയാണ് ആ കുടുംബത്തെ ഒന്നാകെ ആടിയുലക്കുന്ന ഒരു സംഭവം അവിടെ അരങ്ങേറിയത്. കോളേജിലേക്കെന്ന് പറഞ്ഞു പോയ വിനയയെ ഒരു പയ്യനോടൊപ്പം ഹോട്ടൽ മുറിയിൽ നിന്ന് പോലീസ് റെയ്ഡ് ചെയ്തു പിടിച്ചു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. വിവരമറിഞ്ഞ പ്രസന്നൻ തളർന്നു വീണു. ഭാനുമതിയും ആകെ തകർന്നു. വിവരമറിഞ്ഞ് വിഷ്ണു സ്റ്റേഷനിലേക്ക് ചെന്നു. അവളോടൊപ്പം പഠിക്കുന്ന പയ്യനാണെന്നും അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അവൾ പറഞ്ഞു. പ്രസന്നൻ അവളെ തല്ലാനൊരുങ്ങിയതും വിഷ്ണു അയാളെ തടഞ്ഞു. പോലീസ് അറിയിച്ചതിനെ തുടർന്ന് ആ പയ്യൻ്റെ വീട്ടുകാരും അവിടെ എത്തിയിരുന്നു. രണ്ടു കൂട്ടരും സംസാരിച്ച് ഒടുവിൽ വിവാഹം നടത്തിക്കൊടുക്കാം എന്ന ഒത്തുതീർപ്പിൽ അവർ വീട്ടിലേക്ക് തിരിച്ചു. എന്നാൽ വിവാഹം ആലോചിച്ച് ചെന്ന പ്രസന്നൻ്റെയും വിഷ്ണുവിൻ്റെയും മുമ്പിൽ അവർ പുതിയ ഒരു ഡിമാൻഡ് വെച്ചു. എൻ്റെ മകൻ നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടുന്ന അതേ മുഹൂർത്തത്തിൽ എൻ്റെ മകളുടെ കഴുത്തിൽ നിങ്ങളുടെ മകൻ താലി കെട്ടണം. അത് കേട്ടതും എല്ലാവരും ഞെട്ടി. അത് നടക്കില്ല, വിഷ്ണു വിവാഹിതനാണ്. പ്രസന്നൻ പറഞ്ഞു. ആ ബന്ധം ഉപേക്ഷിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് ഒരു അനന്തരാവകാശം തരാൻ കഴിയാത്ത മച്ചിയായ ഒരു പെണ്ണിന് ഇവനെന്തിനാ? അവളെ കളഞ്ഞ് വേറെ കിട്ടുന്നത് തന്നെയല്ലേ ഇവരെ നല്ലത്. ഗംഗാധരൻ അത്രയും പറഞ്ഞതും വിഷ്ണുവിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ ചാടി എഴുന്നേറ്റ് അയാളുടെ കുത്തിന് പിടിച്ചു. എന്താടാ താൻ പറഞ്ഞത്? ഞാൻ എൻ്റെ ലച്ചുവിനെ ഉപേക്ഷിക്കാനാ? പ്രായത്തിന് മൂത്തതായത് കൊണ്ട് ഞാൻ ക്ഷമിച്ചു, ഇല്ലെങ്കിൽ അടിച്ച് തൻ്റെ കരണം പൊട്ടിച്ചേനെ, വിഷ്ണു അരിശത്തോട് പറഞ്ഞു. എല്ലാവരും അവനെ പിടിച്ചു മാറ്റി. ഈ ഒരു ഡിമാൻഡ് അംഗീകരിക്കാമെങ്കിൽ മാത്രമേ ഈ കല്യാണം നടക്കൂ, അയാൾ തറപ്പിച്ച് പറഞ്ഞു. നിന്റെ തീരുമാനവും ഇതുതന്നെയാണോ? രോഹിത്തിനെ നോക്കി വിഷ്ണു ചോദിച്ചു. വീട്ടുകാരെ ധിക്കരിച്ച് ഞാനൊന്നും ചെയ്യില്ല, രോഹിത് മുഖത്ത് നോക്കാതെ പറഞ്ഞു. വേണ്ടട്ടാ, നിന്നെപ്പോലെ നട്ടലില്ലാത്ത ഒരുത്തനെ എൻ്റെ പെങ്ങൾക്ക് വേണ്ട. വീട്ടുകാർ പറഞ്ഞാൽ നാളെ നീ അവളെ പെരുവഴിയിൽ ഉപേക്ഷിക്കില്ലെന്ന് എന്താ ഉറപ്പ്? അവൾക്ക് നിന്നെക്കാൾ നല്ലൊരു പയ്യനെ ഞങ്ങൾ കണ്ടെത്തി കൊടുക്കും. വാ അച്ഛാ. അതും പറഞ്ഞു വിഷ്ണു ഇറങ്ങിപ്പോയി. അവരെ രൂക്ഷമായി ഒന്ന് നോക്കി പ്രസന്നനും നടന്നു. വീട്ടിലെത്തിയതും വിനയ് ഇതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കി. ഏട്ടൻ ആരോട് ചോദിച്ചിട്ടാ എനിക്ക് രോഹിതിനെ വേണ്ടെന്ന് പറഞ്ഞത്? പിന്നെ നിന്നെ വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ കിട്ടിയ പെണ്ണിനെ ഉപേക്ഷിച്ച് അവൻ്റെ പെങ്ങളെ കെട്ടണമെന്ന് പറഞ്ഞാൽ അവനെ ഞാൻ പൂമാലയിട്ട് സ്വീകരിക്കണം? കെട്ടുതാലിയുടെ മഹത്വമോ വിവാഹബന്ധത്തിൻ്റെ പവിത്രതയോ അറിയാത്ത അവനെപ്പോലെ ഒരുവനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോയാൽ നീ അവസാനം പെരുവഴിയിലാവുകയുള്ളൂ. സ്വന്തമായി ഒരു അഭിപ്രായം പറയാൻ നട്ടലില്ലാത്ത എമ്പോക്കി, വിഷ്ണു കലിയോട് പറഞ്ഞു. അത് കേട്ടതും വിനയയ്ക്ക് കലി കയറി. മതിയേട്ടാ, ഇനി എൻ്റെ രോഹിതിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. അവർ പറഞ്ഞതിൽ എന്താ ഇത്ര വലിയ തെറ്റ്? ഈ വീട്ടിലെ മരുമകളാകാനുള്ള എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത്? സത്യം പറഞ്ഞാൽ ഇവർക്ക് കിട്ടിയ ലോട്ടറി അല്ലേ ഇത്? വിനു, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇവൾ എൻ്റെ ഭാര്യയാണ്. ഒരു ഭാര്യ? അതെ, ഭാര്യ എന്ന പദവി അലങ്കരിക്കാനല്ലാതെ ഈ തറവാടിനൊരു അനന്തരാവകാശം തരാൻ ഇവർക്ക് കഴിയുമോ? ഡോക്ടർ അന്നേ പറഞ്ഞതല്ലേ ഇനി ഒരിക്കലും ഇവർക്ക് ഒരു അമ്മയാകാൻ കഴിയില്ലെന്ന്. അതറിഞ്ഞു വെച്ചിട്ടും എന്തിനാ ഏട്ടൻ ഈ പിഴുപ്പും ചുമന്നുകൊണ്ട് നടക്കുന്നത്? അമ്മയാകാൻ കഴിയാത്ത പെണ്ണ് ശപിക്കപ്പെട്ടവളാ. അവളെ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരുന്ന ആ ശപം ഏട്ടനും വരും. മച്ചിയായി ഇവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളി. ലച്ചുവിനെ നോക്കി അറപ്പോടെ വിനയ പറഞ്ഞതും തലക്കടിയേറ്റതുപോലെ ലച്ചു തറഞ്ഞു നിന്ന് പോയി. ഞെട്ടൽ മാറിയതും അടുത്ത നിമിഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു മുറിയിലേക്ക് ഓടി. വിഷ്ണുവും ആകെ വിറച്ചു. കൈ ഉയർത്തി ആഞ്ഞു കൊടുത്തു അവളുടെ കവിളിലൊരെണ്ണം. പ്രതീക്ഷിക്കാത്ത ആക്രമണത്തിൽ വിനയെ വീഴ്ച് പിന്നോട്ടാഞ്ഞ്. അച്ഛനും അമ്മയും സ്തംഭിച്ചു നിന്ന് പോയി. കണ്ണിൽ നിന്ന് പൊന്നീച്ച പാറിയതുപോലെ അവൾ കവിളും പിടിച്ചു നിന്നു. ഇനി ഒരക്ഷരം മിണ്ടരുത് നീ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് മാത്രം നടക്കില്ല. ഈ വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണിനെ സ്ഥാനമില്ല, അതെൻ്റെ ലച്ചു മാത്രമാണ്. നിന്റെ മറ്റവനോട് വിളിച്ച് പറഞ്ഞേക്ക് അവൻ്റെയും വീട്ടുകാരുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന്. അതുപോലെ നീയും അവനെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ നോക്കിക്കോ. അത്രയും പറഞ്ഞ് വിഷമത്തോടെ അവൻ വേഗം മുറിയിലേക്ക് ചെന്നു. വാതിക്കലെത്തിയതും അവനൊന്ന് നിന്നു. താൻ ഇത്രയും കാലം മറച്ചുവെച്ച രഹസ്യം അവൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്താവും അവളുടെ തീരുമാനം? അവൻ ആശങ്കയോടെ ഓർത്തു. പിന്നെ രണ്ടും കൽപ്പിച്ച് വാതിൽ തുറന്ന് അകത്ത് കയറി.
കട്ടിലിൽ ഒരു പ്രതിമ കണക്കെ ഇരിക്കുകയായിരുന്നു ലച്ചു. വിഷ്ണു പതിയെ അവളുടെ അരികിലേക്ക് ചെന്നു. ലച്ചു, അവൻ്റെ വിളിക്കേട്ട് ചിന്തയിൽ നിന്നും ഞെട്ടി ഉണർന്ന് അവൾ മുഖം തിരിച്ച് നോക്കി. വിച്ചുവേട്ടാ, വിഷ്ണു പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്ക് ഇനി എനിക്കൊരിക്കലും ഒരമ്മയാകാൻ കഴിയില്ലേ? ലച്ചു, നീ അതിനെക്കുറിച്ചൊന്നും ഓർക്കേണ്ട. എനിക്ക് നീയാ വലുതും. നീ ഇല്ലാത്ത ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അവൻ അവളുടെ അരികിലിരുന്ന് അവളുടെ ഇരു തോളിലും പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ആ കൈ തട്ടി മാറ്റി ദിവേഷ് നിഷേധഭാവത്തിൽ തലയാട്ടി. ഇല്ല വിച്ചേട്ടാ, സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞ് ഏതൊരു പുരുഷൻ്റെ സ്വപ്നമാണ്. അത് സാധിച്ചു തരാൻ കഴിയാത്തവളാ ഞാൻ. വീണു പറഞ്ഞതുപോലെ ശപിക്കപ്പെട്ടവൾ. എനിക്ക് വിച്ചുവേട്ടൻ്റെ ഭാര്യയായിരിക്കാൻ യോഗ്യതയില്ല. എന്നെ ഉപേക്ഷിച്ചേക്ക്. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ദേഷ്യവും സങ്കടവും കൊണ്ട് വിഷ്ണുവിൻ്റെ കണ്ണുകൾ ചുവന്നു. ലച്ചു, ഭാര്യയാകാനുള്ള ഒരു പെണ്ണിൻ്റെ യോഗ്യത തീരുമാനിക്കുന്നത് അവളുടെ മനസ്സാണ്. സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സ് മതി. നിനക്കത് വേണ്ടുവോളുമുണ്ട്. എനിക്കത് മതി. വീണു പറഞ്ഞത് കേട്ട് നീ ഒന്നും ചിന്തിക്കേണ്ട. നീയല്ലാതെ മറ്റൊരു പെണ്ണിനും എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. അതും പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് വിനയയുടെ മുറിയിൽ നിന്ന് അമ്മയുടെ നിലവിളി ഉയർന്നത് കേട്ട് ഇരുവരും അകന്നു മാറി. വിഷ്ണു, ഒന്ന് ഓടുവാ! നിലവിളി കേട്ട് മുറിയിലേക്ക് ഓടിച്ചെന്ന വിഷ്ണുവും ലച്ചും കൈഞ്ഞരമ്പ് മുറിച്ച് ചോരയൊലിപ്പിച്ച് നിലത്ത് ബോധമറ്റ് കിടക്കുന്ന വിനയയെ കണ്ട് ഞെട്ടി. അവളുടെ കയ്യും പിടിച്ച് കരയുകയായിരുന്നു ഭാനുമതി. മോനെ വിച്ചു, എന്തെങ്കിലും ചെയ്യടാ! അമ്മയുടെ കരച്ചിൽ കണ്ടതും അവൻ വേഗം ഓടിച്ചെന്ന് വിനയെ കയ്യിലെടുത്ത് വേഗം പുറത്തേക്ക് ഓടി. വിനയ പതിയെ കണ്ണുകൾ തുറന്ന് മുന്നിൽ നിൽക്കുന്നവരെ നോക്കി. കരഞ്ഞുകൊണ്ട് ഭാനുമതി മകളുടെ അരികിൽ വന്നിരുന്നു. എന്ത് പണിയാ മോളെ നീ കാണിച്ചത്? ഞങ്ങൾ എന്തുമാത്രം പേടിച്ചെന്ന് നിനക്കറിയാമോ? രോഹിത്തിനെ മറക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല അമ്മ. അതിന് നല്ലത് മരണമാണെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ അവനെ അല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല. അങ്ങനെ വന്നാൽ ഇനി തന്നെ ചെയ്യും ഞാൻ. വിനയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മോളെ! ഭാനുമതി ശാസനയോടെ അവളെ വിളിച്ചു. പിന്നെ മുഖം തിരിച്ച് വിഷ്ണുവിനെയും ലച്ചുവിനെയും നോക്കി. ലച്ചു വിഷ്ണുവിനെ നോക്കിയതും അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. അവന് പിന്നാലെ ലച്ചുവും ഇറങ്ങി. മകളെ ഒന്ന് നോക്കിയ ശേഷം ഭാനുമതിയും പുറത്തേക്ക് നടന്നു. 2 ദിവസത്തിന് ശേഷം വിനയെ ഡിസ്ചാർജ് ചെയ്തു. അവൾ വീട്ടിലേക്ക് വന്നെങ്കിലും ആരെയും കാണാനോ സംസാരിക്കാനോ തയ്യാറായില്ല. മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കൂട്ടാക്കാത്തത് ഭാനുമതിയെ ധർമ്മസങ്കടത്തിലാക്കി. ഒടുവിൽ ദൃഢനിശ്ചയത്തോടെ അവർ വിഷ്ണുവിൻ്റെ മുറിയിലേക്ക് ചെന്നു. കട്ടിലിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്യുകയായിരുന്നു വിഷ്ണു. ലച്ചു തുണികളെല്ലാം മടക്കി. അപ്പോഴാണ് വാതിലിൽ ആരോ തട്ടിയത്. വിഷ്ണു മുഖമുയർത്തി നോക്കി. വാതിൽക്കൽ നിൽക്കുന്ന ഭാനുമതിയെ കണ്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അമ്മയോ, വാ! ഭാനുമതി അകത്തേക്ക് വന്നു. എന്താമ്മേ? വിഷ്ണു സംശയത്തോടെ അമ്മയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഭാനുമതി എങ്ങനെ പറയണം എന്നറിയാതെ നിന്ന് പരിങ്ങി. മോനെ, നിന്നെ കണ്ട് ചിലതൊക്കെ പറയാനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. എന്താമ്മേ? പറയുന്നത് ക്രൂരതയാണെന്നറിയാം. പക്ഷേ ഒരമ്മയ്ക്ക് സഹിക്കാവുന്നതിലും ഒരു പരിധിയുണ്ട്. മക്കളുടെ കാര്യത്തിൽ എല്ലാ അമ്മമാരും സ്വാർത്ഥരാണ്. എൻ്റെ മകളുടെ കാര്യത്തിലും ഞാൻ സ്വാർത്ഥയാണ്. അതുകൊണ്ട് മോനെ... അവർ ഒരു മാത്രം നിർത്തി. വിഷ്ണുവിൻ്റെ ചങ്കിടിപ്പേറി. രോഹിതിനെ അവൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അവൾക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നീ അവരുടെ ആവശ്യം അംഗീകരിക്കണം. അത് കേട്ടതും അവൻ ഞെട്ടി. അകത്തേക്ക് വരികയായിരുന്ന ലച്ചു അമ്മ പറയുന്നത് കേട്ട് വാതിലിന് മറവിൽ നിന്നും പൊട്ടിവന്ന കരച്ചിൽ ആരും കേൾക്കാതിരിക്കാൻ ലച്ചു വാ പൊത്തി. അമ്മയ്ക്കിതെങ്ങനെ എന്നോട് പറയാൻ തോന്നും? ഇവളെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്, ലച്ചുവിനെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? എന്നിട്ട് എങ്ങനെ പറയാൻ തോന്നും? അവർ പറയുന്നതിന് കാര്യമില്ലേ മോനെ? നിൻ്റെ കുഞ്ഞിനെ തലൊളിക്കാൻ ഞങ്ങൾക്കും ആശയില്ലേ? എന്ന് വെച്ച് ഒരു കുഞ്ഞിന് വേണ്ടി താലി കെട്ടി പെണ്ണിനെ ഞാൻ ഉപേക്ഷിക്കണമെന്നാണ്? അങ്ങനെ ചെയ്താൽ ഞാൻ ഒരാണാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത്? എന്തൊക്കെയായാലും ശരി, ഇവളെ ഞാൻ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ വേണ്ട. മോനെ, ഇപ്പോൾ നീ ഇങ്ങനെയൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞാൽ ഈ ചിന്താഗതിയൊക്കെ മാറും. ഒരു കുഞ്ഞ് വേണമെന്ന് നിനക്ക് തോന്നും. അപ്പോൾ സ്വാഭാവികമായും ലച്ചുവിനോട് നിനക്ക് അകൽച്ച തോന്നുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രണ്ടാളെ ശരിക്കും ഒന്ന് ആലോചിക്കും, എന്നിട്ട് പറ. അതും പറഞ്ഞ് ഭാനുമതി പോയാലും ലച്ചു കരഞ്ഞുകൊണ്ട് തിരിഞ്ഞോടി. അടുക്കളയിലെത്തിയതും ഒരു മൂലയിൽ ചെന്നിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. എന്തൊക്കെ വന്നാലും അമ്മ തന്നെ തള്ളിപ്പറയില്ലെന്ന് താൻ വെറുതെ കരുതി. ഇപ്പോൾ
അല്ലെങ്കിലും ഒരു പേരക്കുട്ടിയെ സമ്മാനിക്കാൻ കഴിയാത്തവളെ അവർക്ക് സ്നേഹിക്കാൻ കഴിയുമോ? വിജുവേട്ടന് നല്ലൊരു ജീവിതമുണ്ട്. തനിക്ക് വേണ്ടി അത് നശിപ്പിച്ച് കളയരുത്. ഇതിനൊരു പോംവഴി കണ്ടെത്തിയേ പറ്റൂ. അപ്പോഴാണ് അവിടെ വെച്ചിരിക്കുന്ന എലിവിഷത്തിൻ്റെ കുപ്പി അവൾ കണ്ടത്. അവളുടെ കണ്ണുകൾ വിടർന്നു. വല്ലാത്തൊരു ഭാവത്തോടെ അവൾ ചെന്ന് അത് കയ്യിലെടുത്തു. ഇത് കുടിച്ച് താൻ മരിച്ചാൽ എല്ലാത്തിനും ഒരു പരിഹാരമാകും. വിഷ്ണുവേട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കാൻ തനിക്കാവില്ല. അതിലും നല്ലത് മരണമാണ്. അതും പറഞ്ഞ് അവൾ കുപ്പിയുടെ അടപ്പ് തുറന്നു. ആവേശത്തോടെ കരഞ്ഞുകൊണ്ട് അവൾ ആ കുപ്പി വായിലേക്ക് കമഴ്ത്തി. തുടരും.